ഇറാനുമായി ഒരു സമാധാന ഉടമ്പടിക്കൊരുങ്ങുകയാണ് സൗദി അറേബ്യ. നോൺ അഗ്രഷൻ പാക്ട് അഥവാ ആക്രമണരഹിത ഉടമ്പടിക്കാണ് സൗദിയുടെ ശ്രമം. 1970കളിൽ ശീതയുദ്ധമുണ്ടാക്കിയ പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാൻ അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒപ്പിട്ട പോലെയൊന്നാകും ഈ ഉടമ്പടിയുമെന്നാണ് വിവരം. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും തമ്മിലൊരു ആക്രമണരഹിത ഉടമ്പടി എന്ന ആശയം മുന്നോട്ട് വച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. യുഎഇയുമായുള്ള വർദ്ധിച്ചുവരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെയാണ് സൗദിയുടെ ഈ നിർണായക നീക്കം. മേഖലയിലെ സംഘർഷങ്ങൾക്ക് ദീർഘകാല പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് സൗദിക്ക് മുന്നിലുള്ളത്. അതിലൂടെ പശ്ചിമേഷ്യയിലെ സ്വാധീനം നിലനിർത്താനും സൗദി ഉദ്ദേശിക്കുന്നുണ്ടാകാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. സൗദി അറേബ്യയുടെ ശ്രമങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയൻ സ്ഥാപനങ്ങളുടെയും പിന്തുണയും ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സോവിയറ്റ് യൂണിയനും യുഎസും അവരുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ രാജ്യങ്ങളും ഒപ്പുവെച്ച 1975ലെ ഹെൽസിങ്കി കരാറുകളുടെ മാതൃകയിലാണ് സൗദി അറേബ്യ പുതിയ ഉടമ്പടിയുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നത് എന്നാണ് വിവരം. രണ്ടാം ലോക യുദ്ധാനന്തരം ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തികൾ പരസ്പരം അംഗീകരിക്കുന്നതായിരുന്നു ഹെൽസിങ്കി കരാർ. മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കാനും സാമ്പത്തിക, ശാസ്ത്രീയ, മാനുഷിക വിഷയങ്ങളിൽ സഹകരിക്കാനും ഒപ്പുവെച്ച രാജ്യങ്ങൾ സമ്മതിച്ചിരുന്നു. ഇറാനുമായി അതേ മാതൃകയിൽ ഒരു കരാർ സാധ്യമാക്കാനാണ് സൗദിയുടെ ശ്രമം. മിക്ക അറബ് മുസ്ലിം രാജ്യങ്ങളും ഇറാനും ഈ ആശയത്തെ ഒരുപോലെ സ്വാഗതം ചെയ്യുമെന്നാണ് അറബ് നയതന്ത്രജ്ഞരിൽ പലരും വിശ്വസിക്കുന്നത്. അതേസമയം ഈ നീക്കത്തോട് ഇസ്രായേലും യുഎസും എങ്ങനെ പ്രതികരിക്കുമെന്നതിൽ ഇതുവരെയും വ്യക്തതയില്ല. അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഔപചാരിക കരാറിനെയും ഇസ്രായേൽ എതിർക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ യുഎസിന്റേതും സമാന നിലപാടാകാനാണ് സാധ്യത എന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ എതിർപ്പിനെ സൗദി എങ്ങനെ മറികടക്കും എന്നതും നിർണായകമാണ്. ഇതൊക്കെ പറയുമ്പോഴും പല വിഷയങ്ങളിലും ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും വിവിധ തട്ടുകളിലാണ് എന്നതും ഇവിടെ പ്രസക്തമാണ്. ഹോർമുസ് കടലിടുക്ക്, യുഎസ് സൈനിക താവളങ്ങൾ പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ കരാറിനെ എങ്ങനെയാവും ബാധിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഹോർമുസ് ജലപാതയിൽ സ്വാധീനം ചെലുത്താനാണ് ഇറാന്റെ നീക്കം. ഇതിലൂടെ കടന്നുപോകുന്നതിന് ടോൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ടെഹ്റാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. കൂടാതെ പശ്ചിമേഷ്യൻ മേഖലയിലെ യുഎസ് സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണമെന്നും ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഉടമ്പടിയിലേക്ക് നീങ്ങുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെയാകും പ്രതിഫലിക്കുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. മുൻപ് തന്നെ ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇറാനെ സാമ്പത്തികമായി തകർക്കാമെന്നല്ലാതെ ഭരണം അട്ടിമറിക്കാൻ സാധിക്കില്ലെന്നും അന്ന് തന്നെ ഇവർ പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും ചേർന്ന പശ്ചിമേഷ്യയെ വലിച്ചിടുകയായിരുന്നു. നിലവിൽ 40 ദിവസത്തെ യുദ്ധമെല്ലാം പിന്നിട്ട് ചർച്ചകളിൽ എത്തി നിൽക്കുമ്പോൾ അന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞതെല്ലാം അച്ചട്ടാകുന്ന കാഴ്ചയായിരുന്നു ലോകം കണ്ടത്. യുദ്ധത്തിന് മുൻപുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഭൂരിഭാഗവും ഇറാൻ ഇപ്പോഴും കൈവശം വച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇറാനിലെ ഭരണകൂടം ഇപ്പോഴും സുശക്തമായി തന്നെ നിലകൊള്ളുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.